ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മലയാളി കയ്യൊപ്പ് പതിപ്പിക്കാത്ത മേഖലയും കുറവാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. ഈ ലിസ്റ്റിൽ ഏറ്റവും പുതിയൊരു അംഗം കൂടി വന്നിരിക്കുന്നു, ഹന്ന തോമസ്. പത്തനംതിട്ട ജില്ലയിലാണ് 30 വയസ്സുകാരി ഹന്ന തോമസിന്റെ പൂർവിക വേരുകളുള്ളത്. മെയ് 3 നടക്കുന്ന ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെതിരെ അംഗത്തിനൊരുങ്ങി ഇങ്ങ് കേരളത്തിൽ വേരുകളുള്ള ഹന്ന തോമസ്. ആന്റണി ആൽബനീസിനെതിരെ ഗ്രീൻലാൻഡർ മണ്ഡലത്തിൽ നിന്നാണ് ഹന്നയും മത്സരിക്കുന്നത്. സിഡ്നിക്കടുത്തുള്ള ഇന്നർ വെസ്റ്റ് മേഖലയിലാണ് ഗ്രീൻലാൻഡർ മണ്ഡലം. 1996 മുതൽ ആൽബനീസിന്റെ ഉറച്ച സീറ്റാണിത്. 62കാരനായ ആൽബനീസിനെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ഹന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ്. ഗ്രീൻസ് പാർട്ടി ടിക്കറ്റിലാണ് ഹന്ന സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. മലേഷ്യയിൽ ജനിച്ച ഹന്ന മുൻ അറ്റോർണി ജനറൽ ടോമി തോമസിന്റെ മകളാണ്. മലേഷ്യയിൽ ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ വിദേശിയായിരുന്നു ടോമി തോമസ്. മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ നിന്നല്ലാതെ ഈ പദവിയിൽ എത്തുന്ന ആദ്യ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ആനി ഐപ്പാണ് ഹന്നയുടെ അമ്മ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1940കളുടെ അവസാനത്തിലാണ് ടോമി തോമസിന്റെ കുടുംബം മെച്ചപ്പെട്ട സാധ്യതകൾ തേടി പത്തനംതിട്ടയിൽ നിന്നും മലേഷ്യയിലേക്ക് കുടിയേറിയതെന്ന് ഒരു കുടുംബ സുഹൃത്ത് പറയുന്നു. അന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലേഷ്യയിലേക്കുള്ള കുടിയേറ്റ പ്രവണത വളരെ കൂടുതലായിരുന്നു. ഹന്നയുടെ മുത്തച്ഛൻ കെ തോമസ് കോഴഞ്ചേരിക്കടുത്ത് മാരമൺ കോളുതറ കുടുംബാംഗമാണ്. മുത്തശ്ശി ഡോക്ടർ വിജയമ്മ തോമസ് തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട് കുടുംബത്തിലും വേരുകളുള്ളയാളാണ്. പാരാസൈറ്റോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ വിജയമ്മ. റോയൽ സൊസൈറ്റി ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ ആൻഡ് ഹൈജീൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് മലേറിയ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നിവയുടെ ആജീവനാന്ത അംഗവുമായിരുന്നു അവർ. ഹന്നയുടെ അച്ഛൻ ടോമി തോമസ് ജനിക്കുന്നത് 1952 കുലാലംപൂരിലാണ്. 2018 അദ്ദേഹം അറ്റോർണി ജനറലായി നിയമിതനായി. 2020 ഫെബ്രുവരി 28 മലേഷ്യയിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. 2009 വിദ്യാർത്ഥി വിസയിലാണ് ഹന്ന മലേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തിയത്. ഓസ്ട്രേലിയയിലെ വിവിധ വിഷയങ്ങളിലും ഹന്നയുടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം മുതൽ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും പ്രശ്നങ്ങളിൽ വരെ ഹന്ന സധൈര്യം ശബ്ദമുയർത്തി. ലേബർ സർക്കാരിനെതിരെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെയും ഹന്നയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഗാസയിൽ നടക്കുന്ന ഭീകരതകൾക്കെതിരെ ആൽബനീസ് നിലകൊള്ളാത്തതിനാലാണ് ഹന്നയെ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഓസ്ട്രേലിയയിൽ എത്തിയ സമയത്ത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുമെന്ന് ആരെങ്കിലും തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് താൻ വിശ്വസിക്കുമായിരുന്നില്ലെന്ന് ഗ്രീൻസ് വെബ്സൈറ്റിലെ പ്രൊഫൈലിൽ ഹന്ന പറയുന്നു. ഓസ്ട്രേലിയയിൽ ആദ്യമായി എത്തുമ്പോൾ വളരെ നാണം കുണുങ്ങിയായ വിദ്യാർത്ഥിനിയായിരുന്നു താനെന്നും ഹന്ന പ്രൊഫൈലിൽ പറയുന്നുണ്ട്. ആൽബനീസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഹന്ന നടത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ ഭവന ജീവിത ചെലവ് പ്രതിസന്ധിക്ക് കാരണം തന്നെ പോലുള്ള കുടിയേറ്റക്കാരാണെന്ന് ആൽബനീസ് കുറ്റപ്പെടുത്തിയത് ഒരു കുടിയേറ്റക്കാരി എന്ന നിലയിൽ അരോചകമായി തോന്നിയെന്നും ഹന്ന വ്യക്തമാക്കി. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും പ്രൊഫൈലിൽ ഹന്ന വിവരിച്ചിട്ടുണ്ട്. മലേഷ്യയിൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക ഇടപെടലുകളും നടത്തിയിട്ടുള്ള പുരോഗമന മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ താൻ ഭാഗ്യവതിയാണെന്ന് ഹന്ന പറയുന്നു. ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഗ്രീൻസ് പാർട്ടിയിൽ അംഗമാകുക എന്നത് അനിവാര്യമായിരുന്നുവെന്നും ഹന്ന പറയുന്നുണ്ട്. 48ാമത് പാർലമെന്റിലേക്കാണ് ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനപ്രതിനിധി സഭയിലെ 180 സീറ്റുകളിലേക്കും അതുപോലെ സെനറ്റിലെ 76 സീറ്റുകളിൽ 40 എണ്ണത്തിലേക്കുമാണ് മത്സരം. ആൽബനീസിന്റെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ രണ്ടാം തവണയും അധികാരം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ നയിക്കുന്ന ലിബറൽ നാഷണൽ സഖ്യത്തിനെതിരെയാണ് മത്സരം. ഗ്രീൻസ് പാർട്ടി ഉൾപ്പെടെ നിരവധി ചെറുകിട പാർട്ടികളും സ്വതന്ത്രരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്.